നമസ്കാരം. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ പങ്കാളികൾ കൂടിയാണ് സൗദി അറേബ്യ. ആ സൗഹൃദം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും. 50 ലക്ഷം കോടി രൂപയുടെ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സഹകരണ കരാർ എന്നാണ് ഇതിനെ വൈറ്റ് ഹൗസ് വിശേഷിപ്പിച്ചത്. ഉഭയകക്ഷി ബന്ധങ്ങളുടെ ആഴം കൂട്ടുന്നതിന്റെ സൂചനയാണ് ഈ കരാറ്. കൂടാതെ വിശാലമായ പ്രതിരോധ വിൽപ്പന, സൈനിക പരിശീലന പരിപാടികൾ, സാങ്കേതിക നവീകരണങ്ങൾ, വിശാലമായ നിക്ഷേപ പ്രതിബദ്ധതകൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. അമേരിക്കൻ ഊർജ്ജ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. നിർമ്മാണ മേഖലയും ഇന്നോവേഷനും ശക്തിപ്പെടുത്തുക എന്നതും ലക്ഷ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഈ നിക്ഷേപം വൻ മുതൽക്കൂട്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ജോലികൾ സൃഷ്ടിക്കാനും സാങ്കേതിക മേഖലയിൽ വികസനം ഉണ്ടാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും കരാർ സഹായകമാകുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതിരോധം, സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കാനുള്ള $6000 ബില്യൺ വിശാലമായ സൗദി പ്രതിജ്ഞയുടെ ഭാഗമായാണ് $142 ബില്യൺ പ്രതിരോധ കരാർ അനാച്ഛാദനം ചെയ്തത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ മേഖലയിലെ ഉന്നത നയതന്ത്ര പര്യടനത്തിനിടെയാണ് ഈ പ്രഖ്യാപനം വന്നത്. അവിടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായും മറ്റു മുതിർന്ന സൗദി ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1 ഡസനിലധികം അമേരിക്കൻ പ്രതിരോധ സ്ഥാപനങ്ങളുമായുള്ള കരാറുകൾ ഇതിൽ ഉൾപ്പെടും. കൂടാതെ അമേരിക്കൻ നിർമ്മിത നൂതന യുദ്ധ പോരാട്ട സാങ്കേതിക വിദ്യയും അനുബന്ധ സേവനങ്ങളും ലഭ്യമാക്കുന്നതിലൂടെ സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷാ ശേഷികൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ $20 ബില്യൺ നിക്ഷേപമാണ് സൗദി അറേബ്യ അമേരിക്കയിൽ നടത്താൻ പോകുന്നത്. സൗദി ഡാറ്റ കമ്പനിയായ ഡാറ്റ വോൾട്ട് ആണ് നിക്ഷേപം നടത്തുക. AI കേന്ദ്രീകൃത ഡാറ്റ സെന്ററുകളിലും ഊർജ്ജ സംവിധാനങ്ങളിലുമായിരിക്കും ഇവരുടെ നിക്ഷേപം. ഗൂഗിൾ, ഒറാക്കിൾ, സെയിൽസ് ഫോഴ്സ്, AMD, യൂബർ എന്നിവ ഇരു രാജ്യങ്ങളിലുമായി പുതിയ സാങ്കേതിക വിദ്യ വികസനത്തിനായി $80 ബില്യൺ നിക്ഷേപം നടത്തും. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറും ഇതോടൊപ്പം നിലവിൽ വന്നിരിക്കുകയാണ്. $142 ബില്യൺ കരാറാണിത്. വ്യോമ, മിസൈൽ പ്രതിരോധ സംവിധാനം, സൈനിക പരിശീലനം, അതിർത്തി സുരക്ഷ തുടങ്ങിയ മേഖലയിലാണ് ഇത്രയും വലിയ നിക്ഷേപം. അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് $4.8 ബില്യൺ വിമാനം സൗദി ലീസിംഗ് കമ്പനിക്ക് നൽകും. GE വെർണോവ $14.2 ബില്യൺ അത്യാധുനിക ടർബൈനുകളും ഊർജ്ജ സംവിധാനങ്ങളും പ്രദാനം ചെയ്യും. പ്രമുഖ US ടെക് സ്ഥാപനങ്ങളുടെ തന്ത്രപരമായ പിന്തുണയോടെ AIയുടെ ആഗോള കേന്ദ്രമായി മാറാനുള്ള സൗദി അറേബ്യയുടെ അഭിലാഷത്തെയാണ് ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. $129 ബില്യൺ അധികം മൂല്യമുള്ള സജീവ കേസുകളുമായി സൗദി അറേബ്യ അമേരിക്കയുടെ ഏറ്റവും വലിയ വിദേശ സൈനിക വിൽപ്പന പങ്കാളിയായി തുടരുന്ന സമയത്താണ് പ്രതിരോധ കരാർ വരുന്നത്. പ്രതിരോധ വിതരണ ശൃംഖലകൾ, സാങ്കേതിക കൈമാറ്റം, ലോജിസ്റ്റിക്സ് എന്നിവയിൽ കൂടുതൽ സംയോജിത സഹകരണത്തോടെ ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയായാണ് $142 ബില്യൺ പുതിയ കരാറിനെ കാണുന്നത്.